കയ്യടിക്ക് വേണ്ടി മറ്റൊരു പൊള്ളയായ വാഗ്ദാനം കൂടി നൽകി വെട്ടിലായിരിക്കുകയാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കടലിൽ കാണാതാകുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം സംബന്ധിച്ച കേന്ദ്ര നിയമം സംസ്ഥാനം ഭേദഗതി ചെയ്യുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പുതിയ പ്രഖ്യാപനം. വാഹന മോഡിഫിക്കേഷൻ വിഷയത്തിലും മുനമ്പം ഭൂമി തർക്കത്തിലും സമാന രീതിയിൽ നടപ്പാക്കാനാകാത്ത വാഗ്ദാനങ്ങൾ നൽകി വി.ഡി. സതീശൻ വെട്ടിലായിരുന്നു. ഇപ്പോൾ പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയി കഴിഞ്ഞാൽ അവരെ കാണാതായാൽ പിന്നെ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ 7 വർഷം കാത്തിരിക്കണം എന്നുള്ളൊരു നിയമമുണ്ട്. 7 വർഷം കഴിഞ്ഞാലേ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഈ സർക്കാർ മാറ്റും, ഒരു സംശയം വേണ്ട. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ആധികാരികമായി പറഞ്ഞ വാക്കുകളാണിത്. ഒരു കേന്ദ്ര നിയമം മാറ്റുന്നതിനെക്കുറിച്ചാണ് സംസ്ഥാന മുഖ്യമന്ത്രി പറയുന്നത്. കടലിൽ പോയി കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം 7 വർഷം കഴിഞ്ഞാലേ നൽകാൻ കഴിയൂ എന്ന കേന്ദ്ര നിയമം സംസ്ഥാനം ഭേദഗതി ചെയ്യും എന്നാണ് മുഖ്യമന്ത്രിയുടെ വാഗ്ദാനം. പഴയ എവിഡൻസ് ആക്ടിലും ഇപ്പോഴത്തെ ഭാരതീയ സാക്ഷി അധിനിയമത്തിൻ്റെ 111 വകുപ്പിലും ഇത്തരം മരണങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കേന്ദ്ര നിയമം കണ്ണടച്ചു തുറക്കുന്നതുപോലെ ഭേദഗതി ചെയ്യുമെന്നാണ് സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഒരു നിയമവും ഭേദഗതി ചെയ്യാതെ ഓഖി ദുരന്തകാലത്ത് LDF സർക്കാർ കാണാതായവരുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം വിതരണം ചെയ്തിരുന്നു. അത് മറച്ചുവെച്ചാണ് കേന്ദ്ര നിയമത്തിൽ ഭേദഗതി വരുത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പൊള്ളയായ പ്രഖ്യാപനം. നടപ്പാക്കാൻ കഴിയാത്ത പ്രഖ്യാപനങ്ങൾ വി.ഡി. സതീശനിൽ നിന്ന് ഉണ്ടാകുന്നത് ആദ്യമായല്ല. വാഹന മോഡിഫിക്കേഷൻ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിന് മുൻപ് നടത്തിയ പ്രഖ്യാപനം ഇനിയും നടപ്പാക്കിയിട്ടില്ല. അവിടെയും കേന്ദ്ര മോട്ടോർ വെഹിക്കിൾ ആക്ട് തന്നെയായിരുന്നു വില്ലൻ. മുനമ്പം ഭൂമി പ്രശ്നം 10 മിനിറ്റിനുള്ളിൽ പരിഹരിക്കുമെന്ന പ്രഖ്യാപനമായിരുന്നു മറ്റൊന്ന്. നിയമപ്രകാരം അത് സാധ്യമാകുമോ എന്നൊന്നും പരിശോധിക്കാതെ സമരപ്പന്തലിൽ നടത്തിയ ആ പ്രഖ്യാപനവും ജലരേഖയായി. കേന്ദ്ര നിയമങ്ങൾ സംസ്ഥാനങ്ങൾക്ക് ഭേദഗതി ചെയ്യാനാവില്ല എന്നറിയാത്തയാളല്ല അഭിഭാഷകൻ കൂടിയായ വി.ഡി. സതീശൻ. മുന്നിലിരിക്കുന്നവരുടെ കയ്യടി നേടാൻ മാത്രമായി നടപ്പാക്കാനാവാത്ത പ്രഖ്യാപനങ്ങൾ നടത്തി പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകുന്നയാൾ എന്ന വിമർശനമാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നത്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.